പ്രീമിയം സെറ്റ് ആദ്യം കാരണം സെറ്റ് ആവട്ടെ എന്നിട്ട് റെമിക്കോ. അതെ നമുക്ക് റെമി സെറ്റ് ആക്കണം. സെറ്റായിട്ടില്ല. അയ്യോ എന്റെ 4090 You have been taxed on 10 vehicles for a total of 1,00,000 ടാക്സ്. വെറും അഴിമതി, വൻ അഴിമതിയാണ് ഈ ഒരു സിറ്റിയിലെ പാവപ്പെട്ട പണക്കാർക്ക് മുന്നിൽ ഈ ഇവിടുത്തെ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നത്. ഈ അഴിമതിക്കെതിരെ ശക്തമായും വ്യക്തമായും ഈ നാട്ടിലെ പാവപ്പെട്ട പണക്കാർ പ്രതികരിക്കണം. ഒരു 150 കോടി ഇൻവെസ്റ്റ് ചെയ്ത ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു പ്രശ്ന പരിഹരണമാണ് നിങ്ങൾ കാണുന്നത്. ഒരെണ്ണെങ്കിലും പുകയാത്തതുണ്ടോ? എന്തൊരു കഷ്ടം നോക്കിയേ. പുക സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും പുകയൊന്നുമില്ല. എടാ ഇന്നലെ എടാ ഇത് നഷ്ട കച്ചവടമല്ലോ അപ്പൊ അത്. എടാ ഇന്നലെ 9 ബിറ്റ്കോയിൻ ഉണ്ടായിരുന്നത് 11 ആയിട്ടുള്ളൂ. 2 ബിറ്റ്കോയിനോ? 2 ബിറ്റ്കോയിനാണ് അപ്പൊ ഇതായിക്കുന്നത്. എന്ത് വെറും 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 അഴിമതി, തട്ടിപ്പ്, വെറും അഴിമതി. എടാ ഏത് എടാ ആരാ ഈ എന്റെ വണ്ടി ആരും കൊണ്ടുപോയി? ഇത് ഏത് മണകുണാ? ഏത് ഏരിയ? 6180. ആരെ വണ്ടി എടുത്തോണ്ട് പോയി? കള്ളപ്പതികളെ വണ്ടി എടുത്തോണ്ട് പോയാ നമ്മൾ ബ്രോങ്കോ ഇറക്കും. അമ്പടാ വാടാ. Hey bro, what's up? Madre Santa. മാതിരി സാണ്ട നല്ല ഹിന്ദി. സ്വന്തം വണ്ടി ഹോട്ട് വെയർ ചെയ്യേണ്ട അവസ്ഥ. ക്യാമറനോ? എടാ ക്യാമറ റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് ആണ് കിട്ടുള്ളൂ. അതാണ് പ്രശ്നം. അതാണ് ഒരു പ്രശ്നമുള്ളത്. ക്യാമറയിൽ നമുക്ക് അങ്ങനെ കിട്ടില്ല. നമ്മൾ CCTV ഓണാക്കി നമ്മൾ റെക്കോർഡ് ചെയ്ത ക്ലിപ്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് പഴയ ക്ലിപ്സ് കിട്ടില്ല. ലൈവായിട്ട് കാണാനേ പറ്റുള്ളൂ. ലൈസൻസ് ഉണ്ടല്ലോ. ഏതാ പാർക്കിംഗ് വിഷയം? എന്റെയും കൂടിയേ ഞാൻ നമ്പർ പറഞ്ഞുതരാം. ഈ വേഷം കണ്ടാൽ തന്നെ ഒരു തരം വേണ്ടി ചെല്ലേ ചേട്ടാ എന്റെ അടുത്ത് അവിടുത്തെ ഡ്രസ് ഷോപ്പിൽ പോയിക്കേ. ബോംബെ പാസ് സാർ ഓൺ ഡ്യൂട്ടിയാണോ? എക്സ്ക്യൂസ് മീ സർ. Excuse me, sir. We would like to meet your one of your officer, Mr. Biju, sir. സാറേ മാസ്ക് ഒന്ന് പറഞ്ഞേ. വീടിന്റെ ഫ്രണ്ടിൽ മാസ്ക് ഇട്ടിരിക്കാൻ പാടില്ല. ബിജു സാർ ഓക്കെ ഓക്കെ. ഇതുവരെ പറയല്ലേ കളറ സാറ് ബലിതപ്രിയനാണെന്ന് തോന്നുന്നു. എന്തിന് ബലിതപ്രിയൻ ഹാസ്യം. ഹാസ്യം ഞാൻ കഥകളി കഴിഞ്ഞു വരുന്ന വഴിയാ. സത്യം സാറ് പിന്നീട് അകൊക്കെ കണ്ടല്ലോ. വരുന്നോ? ചുമ്മാ യെസ് ഓഫ് കോഴ്സ്. സാറിനോടല്ല, ഈ ബലിതപ്രിയനോട് പറഞ്ഞു. കണ്ടുട്ടോ റയർ ഇതാണ് അവസരങ്ങളാണ്. തക്കാളി തന്നെ കാണാനല്ലേ? മേഡം പേരത്താ? ബിജു സാർ എന്തായിരുന്നു? മൈ നെയിംസ് കാർലോ. സാറേ വൺ മിസ്റ്റർ കാർലോ സാറിനെ കാണാം. സാർ ഒരു സാർ 5 to 10 minutes ഇപ്പം വരും സാർ. യെസ് ഓഫ് കോഴ്സ്. ഇവിടെ ഗസ്റ്റുകൾക്ക് കുടിക്കാൻ ടീ കോഫിയോ അങ്ങനെയൊന്നും ഉള്ള
പോലീസ് സ്റ്റേഷൻ. കയ്യിലൊരു ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട് കുറച്ച്. കോഫി ഉണ്ടോ? കോഫി സാറേ അകത്ത് വരുവാണെങ്കിൽ തണുത്ത കട്ടനുണ്ടോ? വാങ്ങാനോ? സർ ആക്ച്വലി വി ആർ യുവർ ഗസ്റ്റ്, സോ യു വുഡ് ലൈക്ക്. Yes, yes. സാർ പേടി വന്നിട്ട് സാറ് Sir, അതുകൊണ്ടാണ് sir പറഞ്ഞത് you can buy from here. We are celebrating. Vending machine, sir, you can सर buy. मैं हमारा पास पैसा नहीं. Only Google Pay. സാർ Rich ഗൂഗിൾ look പേ ഉള്ളതുള്ളൂ. സാർ ഗൂഗിൾ പേ സർ ക്രെഡിറ്റ് കാർഡ് ബാലൻസ് പൈസ സാർ. Super. Okay. എന്നാ sir. Hello. Sir, ID പറയ്. 141. 141. 141. എൻജോയ്. 141. Sir, I will give you one sandwich and one coffee. Yes sir, yes sir. Thank very thank. സാറേ അതൊക്കെ ഇതിന്റെ അകത്തുണ്ട്. അതെ. Yes, coffee കിട്ടി. കോഫി കിട്ടി. ഇവിടെ നിന്ന് വാങ്ങി കുടിക്കാം ആവശ്യം. ഫുഡ് എന്തെങ്കിലും ഫുഡ് ഇതാ ഫ്രണ്ടിലെ കടയിലുണ്ട് പച്ചക്കട. കടയിലോ? ചേട്ടാ ഹോട്ടലല്ല. അല്ല നമ്മള് സത്യം. എടാ ഇവിടെ ഫുഡ് കിട്ടില്ല. അതില്ല, നമുക്ക് ഫുഡ് വാങ്ങാനാണ്. അതെ, പുറത്ത് ഒരു കടയുണ്ട്. ഓ ഇവിടെ വെള്ളം കുടിക്കാൻ മാത്രം. Cool drinks മാത്രം sir. കൂൾ ഡ്രിങ്ക്സ് മാത്രം. അയ്യോ, അതെ. എനർജൈസ് ആവാൻ. സാറേ എങ്ങനെ ഇവിടെ പീടി എങ്ങനെ പോകുന്നു? കള്ളന്മാരൊക്കെ നന്നായിട്ട് പോകുന്നു. പിന്നെ സർ ഇവിടെ ഈ വണ്ടി കക്കുന്ന ഈ പീഡിക്കാരൊക്കെ ഒരുപാടുണ്ട്. വണ്ടി കക്കുന്ന ആര്? വണ്ടി കക്കുന്ന പീഡിക്കാരോ? അതാരാ? യെസ്. ഞാൻ ആക്ച്വലി ബിജു സാറിനെ കണ്ട ഒരു കംപ്ലൈന്റ് പറയാനാണ് വന്നത്. ആണല്ലേ? യെസ്. സാർ അവിടെ നിൽക്കുന്നുണ്ട്. ഡയറക്റ്റ് ചോദിച്ചോ. യെസ്, ബിജു സാറിനോടൊന്ന്. മാഡം ഇത് മറ്റേ നമ്മുടെ റോബർ വണ്ണല്ലേ? റോബർ വൺ. യെസ്. സാറ് പീഡിയായിരുന്നു. ഞാൻ വെച്ച കള്ളനാ. സാറേ അതിന് സാറേ അങ്ങനെ സാറ് മഫ്തിയിൽ കിടക്കുവല്ലേ? ഓഫ് ഡ്യൂട്ടി ആണ് സാറേ. ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹായ് സർ. ഹലോ. സർ ലൈറ്റ് ഇട്ട സാർ വരുമോ? പറഞ്ഞോളൂ. Sir, I would like to have a complaint against one of your PD. Are you the only person with a complaint or is there any place to accompany? മനസ്സിലായില്ല. സാറുടെ കൂടെ ആളും വരുന്നുണ്ടോ അതോ സാർ ഒറ്റയ്ക്കാണോ? ഒറ്റക്കാണ്. ഹിറ്റ്മാൻ ഇവരൊക്കെ ഞങ്ങളുടെ ആൾക്കാരാ. ഞങ്ങള് വലിയ ആൾക്കാരാ. വലിയ ആൾക്കാരാണ്. ബിഗ്ഗസ്റ്റ് ബിസിനസ്മാൻ ആണോ? എന്താണ് ബിസിനസ്? പറയുന്നുള്ളല്ലോ വലിയ ബിസിനസ് ഇമ്പോർട്ടിങ് ആൻഡ് എക്സ്പോർട്ടിങ് ആണ് സാർ. എന്താണ് സാർ ഇമ്പോർട്ട് ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നത്? ഇമ്പോർട്ടിങ് പറഞ്ഞാൽ ഞങ്ങള് ഒരുപാട് ഫുഡ് ഐറ്റംസുകൾ അങ്ങനെ ഒരുപാട് പലതുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടി ഫുഡ് ഐറ്റംസ് ഒക്കെ. സാറേ എനിക്ക് ഈ ആളുടെ പേര് ഭയങ്കര ഫോണിലെ കേസ് റെക്കോർഡ് ഒന്ന് എടുത്ത് നോക്കട്ടെ. സാറേ പുതിയതാണോ സാറേ? പറയോ സാർ? അല്ല സാർ, ഡെവിൻ കാർലോസ്. ഡെവിൻ കാർലോ. ഡെവിൻ കാർലോസ് 2022. സാറേ പുറത്തൊരു ആംബുലൻസ് ഇട്ടേക്ക്. പണ്ട് ഒരാളുടെ പാവാട കേസ് വന്നായിരുന്നു പീഡിയില്. ഇയാളായിരുന്നു മറ്റേ പാവാട എടുത്ത് ഓടിയ ആള്. ഡെവിൻ കാർലോ. പുള്ളി ഏതൊരു സ്റ്റാൻഡിലുള്ള ഒരു പുള്ളിക്കാരുടെ പാവാട എടുത്ത് ഓടിയ കേസ് വന്നത് പുള്ളിയായിരുന്നു. കുറഞ്ഞ ഓടിച്ചെന്ന്. കാരണം ഞാൻ ഇടയ്ക്ക് ട്രാക്ക് ചെയ്തപ്പോഴൊക്കെ മൂവിങ് ആയിരുന്നു. അതും പി ഡി ഏരിയയിലല്ല. ഞാൻ നോക്കുമ്പോൾ പല ഏരിയയിലോട്ട് സാൻഡി പോയി, പലാറ്റോ പോയി, പിന്നെ ഓഷ്യനേവി സൈഡിലോട്ട് അതിനൊക്കെ മൂവിങ് ആയിട്ട്. അതായത് ഈ ഒരു മെയിൻ ബാങ്കിന്റെ അവിടെ ഉള്ള വണ്ടി പലാറ്റോ എത്തി മറ്റേ സാൻഡി അല്ല ഓഷ്യനൈവ സൈഡിലുള്ള ആ വഴി കൂടെ വന്നിരിക്കുന്നത് അവിടെ പോയിട്ട്. അപ്പൊ ഞാനിത് ചേസ് ചെയ്ത് അവിടെ പോയി അവസാനം നോക്കിയപ്പോഴാണ് സാധനം ഇമ്പോണ്ട് എത്തിക്കുന്നത്. അപ്പോൾ വളരെ സ്മാർട്ടായിട്ടുള്ള വളരെ വളരെ ഒരു കൾപ്രിറ്റാണ് ആ കള്ളൻ. കൾപ്രിറ്റാണ് ആ കള്ളൻ. സത്യം കള്ളൻ കൾപ്രിറ്റാണ് ആള്.
കൾപ്രറ്റിന്റെ അർത്ഥം എന്തിനാണ്? കൾപ്രിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്ത ആള് അല്ലേ? അപ്പൊ കള്ളിന്റെ അർത്ഥം എന്തിനാണ്? അത് നമ്മൾ ക്യാച്ച് പിടിക്കാന്ന് പറയുന്ന പോലെ അത്രേ ഉള്ളൂ സാധനം, അത്രേ ഉള്ളൂ, സിമ്പിളാ. സിമ്പിൾ ആണല്ലേ? അത്രേ ഉള്ളൂ. അത് നമ്മളെ ഒരു വാചകങ്ങൾ ഇതാണ്, പക്ഷെ വാചകത്തിലല്ല കാര്യം, നമ്മൾ ആ ഒരു മീനിങ് അത് കൊടുക്കുന്ന നമ്മുടെ ഇത് നമ്മളെ ഉദ്ദേശിക്കുന്ന ആ ഒരു ഉദ്ദേശശുദ്ധി, അതിനാണ് കാര്യം സാർ. സാർ അപ്പോ സാർ ഫ്രീ ആയോ? അതേപോലെ തന്നെ എനിക്ക് ഇന്നലെ ഒരു സെക്കൻഡ്. അപ്പൊ ഇന്നലെ ഇതേപോലെ ഒരു മോശം അനുഭവം PDC ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇന്നലെ അകത്തോട്ട് കയറ്റി വിട്ടോ. ഇതാരാ? ഹലോ, ഇത് നിങ്ങളെ PD ഓഫീസറാണ് സാർ. കണ്ട കള്ളൻ സാർ, ആ പീഡിക്കാരൻ കണ്ടതിന്റെ കള്ളൻ ലുക്ക് ഇട്ട് കേട്ടോ, സ്നൈപ്പർ. അല്ല, അതിനുള്ള ഒരു ആൻസർ നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണം. അതേപോലെ ഞാൻ പറഞ്ഞത് ശരി, ഇന്നലെ ഇതേപോലെ ഇന്നലെയും ഇതേപോലെ ഒരു ബാഡ് എക്സ്പീരിയൻസ് പീഡിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടാണ്. അതും ഇവിടെ ഒന്ന് സംസാരിച്ചത്. പക്ഷെ ഈ സാറിനോട് ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് തോന്നി. കാരണം ഇതേപോലെ പീഡിയുടെ സൈഡിൽ നിന്ന് ഒരുപാട് മോശം സംഭവങ്ങള് മോശം സംഭവങ്ങൾ നിങ്ങൾ അങ്ങനെ പറയരുത് സാറേ. നമ്മളത് നിങ്ങളെ പോലുള്ള സിറ്റിസൺസിന്റെ എന്റെ അസിസ്റ്റൻസ് ആണ്. വിളിച്ചെടുത്തൊരു കാര്യം പറയാം. ഈ പുള്ളിയുടെ കേസിൽ ഡീറ്റെയിൽ ഹൈലൈറ്റ്സിനെ ഇപ്പൊ സാർ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യണം. മെയിൻ ബാങ്കിന്റെ ഇടതുവശം, ഓക്കെ, മെയിൻ ബാങ്കിന്റെ ഇടതുവശം കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേനും അവിടെ ഒരു വെയർ ഹൗസിൽ 151 crore കഴിഞ്ഞ ആഴ്ച കറണ്ട് ബിൽ അടിച്ചിരുന്നു 1 കോടി, അതും കൂടി കൂട്ടിട്ട്. അപ്പൊ 150 കോടി. അപ്പൊ 150 കോടി 151 സാർ, 151 കോടി. പുള്ളിയുടെ റോൾസ് റോയ്സ് ഗോസ്റ്റിൽ അവിടെ പോയിരുന്നു. ആ 150 കോടി എന്തോ സംഭവം, 151 CR വെയർഹൗസ് 151 CR വെയർഹൗസ്. ഓക്കെ, അപ്പോ പുള്ളിയുടെ റോൾസ് റോയ്സ് ഗോസ്റ്റിൽ പോയിട്ട് പുള്ളി അതെന്തോ പോയി നോക്കിയിട്ട് എന്തോ തിരിച്ചു വന്നപ്പോഴത്തേനും വണ്ടി കാണാനില്ല. നോക്കിയപ്പോ PD ഇമ്പോണ്ടിൽ കൊണ്ടുപോയി. ഓക്കെ സാറേ, ഇമ്പോണ്ടി കൊണ്ട് വെറുതെ കൊണ്ടുപോയില്ല, വെറുതെ കൊണ്ടതല്ല, പുള്ളി പറഞ്ഞനുസരിച്ച് പുള്ളി ട്രാക്ക് ചെയ്യുന്നുണ്ട് മൊബൈൽ ഉപയോഗിച്ച്. ട്രാക്ക് ചെയ്തപ്പോൾ അത് സാൻഡി, ഓഷ്യൻ ഹൈവേ ത്രൂ എല്ലാം കൂടെ കറങ്ങിയിട്ടാണ് PD ഇമ്പോണ്ടിൽ പോയെന്നാണ് പുള്ളി പറഞ്ഞിരുന്നത്. അതെ. അപ്പൊ നമുക്ക് ആ കേസ് ഒന്ന് രജിസ്റ്റർ ചെയ്തേക്ക് സാറേ. നമുക്കൊന്ന് PD ഓഫീസർ ആരാ ചെയ്ത് നമുക്ക് നമുക്ക് ഡയറക്റ്റ് ഒരു കാര്യം പുള്ളിയുടെ വേറെ വിസിറ്റ് ചെയ്യാം സാറേ. അല്ല, തീർന്നില്ലേ? ഇല്ല. ഇത് കേസ് നമ്പർ 1. നമുക്ക് ആ PD ഓഫീസർ ആരാ അങ്ങനെ ഓടിച്ചത് നമുക്ക് അറിയണമല്ലോ. ഇനി ശരിക്കുള്ള കേസ് ഞാൻ പറയാം. ഈ 151 കോടിയല്ലേ, ഇതിന്റെ ഇൻകം ടാക്സ് അടച്ച റെസിപ്റ്റ് ഇരിപ്പുണ്ടോ? ഇൻകം ടാക്സ് വന്നിട്ടില്ല, ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഇപ്പൊ വെച്ചിട്ടുള്ളൂ. 1 ഇയർ ആകുമ്പോഴാണ് ഇൻകം ടാക്സ്. എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? സോഴ്സ് കാണിക്കാൻ പ്രൂഫ് ഉണ്ട്. എന്ത് പ്രൂഫുള്ള? പ്രൂഫ് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഗവൺമെന്റിൽ നിന്ന് കൃത്യമായി പേയ്മെന്റ് അടച്ച് നമ്മള് ഈ ഒരു സംഭവങ്ങളെല്ലാം അതിന്റെ എക്സാക്ട് പ്രൂഫും കാര്യങ്ങളും ഉണ്ട് സാർ. ഉണ്ടല്ലേ? യെസ്, അതിന്റെ നമുക്കൊന്ന് പ്രൂഫ് ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് അതിന് മുന്നേ പുള്ളിയുടെ വെയർ ഹൗസ് ഒന്ന് വിസിറ്റ് ചെയ്യണം സാർ. അതെ, നമ്മളിപ്പോ അടുത്ത തന്നെ നമ്മള് ഇപ്പൊ നേരെ പോകുന്നു. നമ്മള് ആദ്യം പോയിട്ട് വെയർ ഹൗസ് ചെക്ക് ചെയ്യാൻ പോവാണ്. വാട്ട്സ് പോയിന്റ് ഓഫ് വിസിറ്റിംഗ് മൈ വെയർ ഹൗസ്? ക്രൈം നടന്നിരിക്കുന്ന നിങ്ങളുടെ വെയർ ഹൗസിന്റെ വെളിയിലാണല്ലോ. അതെ സാറേ, അവിടെ നല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അവിടെ എല്ലാം നോക്കണമെന്നാണല്ലോ. കാരണം നിങ്ങളുടെ കാറിന്റെ ചാവി വെയർ ഹൗസിന്റെ അകത്ത് വെച്ചിട്ട് വേറെ ആരെങ്കിലും എടുത്തതെന്ന് നമുക്ക് സംശയമുണ്ട്. സോ ആ വെയർ ഹൗസ് സാറ് മാത്രമല്ല ഉപയോഗിക്കാറുള്ളൂ, വെയർ ഹൗസ് വേറെ ഉപയോഗിക്കാറുണ്ടോ? വേറെ ആരും ഉപയോഗിക്കാറില്ല. നമുക്ക് ഫിംഗർ പ്രിന്റ് എടുത്തു നോക്കാം സാറേ. അപ്പൊ അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാർ അതിനു മുന്നേ ഇവിടെ വേറെ ഹൗസ് ഒന്നുമില്ലല്ലോ. ഇവിടെയാണ് വേറെ ഹൗസ് ഉള്ളത്. ഞാൻ കയറി കാണിച്ചു തരാം. അയ്യോ, കളവ് അങ്ങനെ കയറുമോ കുറച്ചോനെ? പുകഞ്ഞിട്ടായാലും ഏതായാലും പുകഞ്ഞല്ലേ, അവിടെ കട്ട കുറച്ച് ഇപ്പം ഗവൺമെന്റിന് പെർമിഷൻ എടുത്തിട്ടുണ്ട്. സാറിന് ഇപ്പൊ കീ തരാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പെർമിഷൻ ഇല്ല സാർ. കാരണം എന്റെ അതിന് ഈ ഗവൺമെന്റിന് മാത്രമല്ല, ഞാനതിൽ എക്സ്ട്രാ ഒരു ഹാക്കർ ചെയ്തിട്ട് എന്റെ ഈ ഒരു നമ്മളെ കേട്ടാണ്ടിരിക്കാൻ മാത്രം ഇതിനകത്ത് എന്താ ഉള്ളത് സാർ? അതിനകത്ത് എന്റെ ഒരു ഡാറ്റ മൈനിങ് ആണ് അവിടെ നടക്കുന്നത്. അതെ, ഡാറ്റ അല്ലേ സാറേ, നമുക്ക് സാറെ പേടിക്കേണ്ട ആവശ്യമില്ല. ഓ സാറേ, നമുക്ക് സാറ് പറഞ്ഞില്ലേ ഇപ്പൊ നമുക്ക് കേസിന് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറാതെ പറ്റുന്നത് സാറേ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സാറേ, അകത്ത് സാറിന് വണ്ടി വേണ്ടേ?
സാർ വണ്ടിയും വെയർഹൗസും തമ്മിൽ ഇവിടെ പുറത്ത് നിന്നുള്ള സംഭവത്തിന്റെ അകത്തുള്ളത് എങ്ങനെ CCTV വിഷ്വൽസ് അകത്തല്ലേ ഇരിക്കുന്നത്? അല്ല CCTV എല്ലാം പുറത്താണ് ഇരിക്കുന്നത്. സാറ് കണ്ടോ കമ്പ്യൂട്ടർ അവിടെ സാറേ ഈ ഡോർ സാറേ ഈ ഡോറിന്റെ മുകളിൽ നോക്ക് CCTV ഉണ്ടോ? സാറേ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം സാർ, മനസ്സിലാവുന്ന രീതി പറഞ്ഞുതരാം. സാറേ പല്ല് തേക്കണമെങ്കിൽ അതിന് ബ്രഷും പേസ്റ്റും വേണം സാറേ. വേണം. അല്ലാതെ ബ്രഷ് മാത്രം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പല്ല് വെക്കാൻ പറ്റുമോ സാറേ? ഇല്ല, പറ്റില്ല. പക്ഷെ ഇവിടെ ബ്രഷ് എന്ന് പറയുന്നത് ഈ ഇതിന്റെ ഔട്ട് സൈഡ് ആണ്. അതെ സാറേ, പേസ്റ്റ് അകത്തിരിക്കുക. പേസ്റ്റ് അകത്ത് എങ്ങനെ? അകത്തുള്ള വെയർഹൗസ് അത് കണ്ടുപോലും കണ്ടിട്ടില്ല. അത് വേറെ ഫിംഗർ പ്രിന്റ് അകത്ത് കാണാൻ ഫിംഗർ പ്രിന്റ് ഇല്ല. വണ്ടി ഞാൻ അകത്തോട്ട് കൊണ്ടുപോയി പോലും ഇല്ല സാർ. പിന്നെ എങ്ങനെ ഫിംഗർ പ്രിന്റ് അകത്ത് വരും? സാറേ സാറ് കൊണ്ടുപോയിട്ടില്ല. സാറിന്റെ വണ്ടി എടുക്കാൻ വേണ്ടിട്ട് ഒരു കള്ളൻ അകത്ത് കയറിയിട്ടുണ്ട്. മനസ്സിലായി സാറേ? പെട്രോളിംഗ് എല്ലാം പോകുമ്പോഴത്തേനും ഒരു അബാൻഡൻ ആയിട്ട് ഒരു വണ്ടി കാണുന്നു. പുള്ളി സുമനസോടെ മറ്റേ പാവം വെറുതെ ഇരിക്കുമല്ലേ, ഇമ്പോർട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞത് പുള്ളി ആ വണ്ടി എടുത്ത് ഇമ്പോർട്ട് ചെയ്യുന്നു. അല്ലേ? അതാണ് ഞാൻ അത് ഇങ്ങനെയാണേലോ? അവിടെയാണ് ഞാൻ പറയുന്ന പോയിന്റ്. ഈ പറയുന്ന ഇമ്പോണ്ട് ചെയ്ത പീഡികാരോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞല്ലോ ഇവിടുന്നാണ് ഇമ്പോണ്ട് ഞാൻ പറഞ്ഞുതരാം സാറേ. സംഭവം ഇത് നടന്നിരിക്കുന്നത് ഇപ്പൊ ഇവിടെ വന്ന് നമുക്ക് മനസ്സിലായത് വെച്ചിട്ട് സാറിന്റെ സെക്കൻഡ് കീ അകത്ത് വെയർഹൗസിന്റെ അകത്ത് ഒന്ന് മിസ്സായിട്ടുണ്ട്. ആ സെക്കൻഡ് കീ യൂസ് ചെയ്തിട്ടാണ് കള്ളൻ വണ്ടി എടുത്തിട്ട് പോയിരിക്കുന്നത്. അങ്ങനെ സെക്കൻഡ് കീ ഇല്ല കള്ളൻ ഇല്ല, കാരണം റോൾസ് റോയ്സ് ഗോസ്റ്റിന് സെക്കൻഡ് കീ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കണോ? ഇത് സാർ റോൾസ് റോയ്സ് ഗോസ്റ്റിനല്ല, ഈ റോൾസ് റോയ്സ് സാറേ ഒരു മിനിമം എത്ര വരും സാർ? ചിലപ്പോ സെക്കൻഡ് കീ കാണത്തില്ലായിരിക്കും സാറേ, പേടിക്കണ്ട. ചിലപ്പോ കള്ളനല്ലേ സാറേ, അപ്പൊ ലോക്ക് പിക്ക് ചെയ്തെടുത്ത് ഈ ഒരു ഇംപ്രഷൻ അകത്ത് കീയുടെ ഇംപ്രഷൻ ഉണ്ടാക്കിയല്ലേ സാർ? വേറെ ആരും കേറില്ല. കാരണം ഈ ആര് കയറുന്നുണ്ടെങ്കിലും ഇവിടെ 5 ക്യാമറാസ് സാറേ ഉള്ളത്. ഇടം പോലെ മറ്റെന്തു സാർ എന്തോ കള്ളം കയറുന്നോ മറ്റേ സാറിന്റെ ബോധം കെടുത്തിയെന്ന് എന്തോ സാർ പറഞ്ഞായിരുന്നല്ലോ. ബോധം കെടുത്തിന്നോ? സാറ് മറ്റേ ബോധം കെടുത്തി സാറിന് മറ്റേ ഫേസ് റെക്കഗ്നീഷൻ ഉപയോഗിക്കുന്നു സാർ എന്തോ പറഞ്ഞു? ഇല്ല, ഞാനൊന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ വണ്ടി എടുത്തോണ്ട് പോയതാ പറഞ്ഞു സാർ. സാർ അകത്ത് കള്ളം കയറി CCTV കാണില്ലേ അകത്ത് കയറുന്നേ, അല്ലാണ്ട് അവര് ഇൻവിസിബിൾ ആയിട്ടൊന്നും കയറില്ല. അങ്ങനത്തെ ചില കള്ളന്മാരുണ്ട്. സാറേ CCTV ആക്സസ് എങ്ങനെ തരാൻ പറ്റും സാർ? സാർ അത് പോലീസും കൂടെ കൊടുത്താൽ മതി അതിന്റെ ആക്സസ് പെർമിഷൻ കൊടുത്തിട്ട് എന്തിനാണ് സാർ? ഇല്ല, ഞാൻ സാറിന് ഇപ്പൊ കംപ്ലൈന്റ് സാർ നമ്മൾ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. നമ്മളിപ്പോ ആ വിഷ്വൽസ് പറഞ്ഞാൽ ലൈവ് ആയിട്ട് കണ്ടില്ല, ഞാൻ റെക്കോർഡിങ്സ് ആയിരുന്നില്ല. ലൈവ് ആയിട്ട് ഞാൻ വണ്ടി എല്ലാ CCTV വിഷ്വൽസ് ഇതിലും റെക്കോർഡിംഗ് ഉണ്ട് സാറേ. അപ്പൊ സാറിന്റെ റെക്കോർഡായി കിടപ്പുണ്ടാവും. സാറിന്റെ പെർമിഷൻ നമുക്ക് തരുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് റെക്കോർഡിംഗ്സ് എടുത്തിട്ട് അതിന്റെ വിഷ്വൽസ് പരിശോധിച്ച് നോക്കാൻ പറ്റുമായിരുന്നു. ഈ ഒരു CCTV സാർ ഒന്ന് എടുത്ത് നോക്കിയോളൂ സാർ. സാർ ഒരു CCTV മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, സാറിന്റെ അകത്തുള്ള CCTV കൂടെ കിട്ടിയാലേ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. എന്തോ പ്രശ്നമുണ്ട് തോന്നുന്നില്ല. പക്ഷെ സാറേ നമ്മളൊക്കെ ഗവൺമെന്റ് ആയിട്ട് ഇതൊന്ന് സംസാരിച്ചേ ഇതിന്റെ ഒരു നമുക്ക് ചെക്കിംഗ് ചെയ്യേണ്ടി വരും. എനിക്ക് എന്തോ സാറിന്റെ പെർമിഷൻ ഇല്ലാത്തോട്ട് കയറാൻ പറ്റില്ല. ഒരു കാര്യം നമ്മൾ ഗവൺമെന്റ് സേവ് ആവും. എന്റെ സംശയം ചോദിച്ചോട്ടെ സാറേ, സാർ ഇത് ലൈവ് ആയിട്ട് കണ്ടപ്പോ എന്തുകൊണ്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തില്ല? റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത ഞാൻ അപ്പോ ആ കള്ളനെ ഫോക്കസ് ചെയ്തു. ഞാൻ അവിടുന്ന് ആ കള്ളന്റെ ഫസ്റ്റ് അല്ല സോറി പീഡിയുടെ ആ ഒരു ഇതിന്റെ കുണ്ടിയാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്. ഈ ഒരു ക്യാമറ ഈ ഡോറിന്റെ ഫ്രണ്ടിലുള്ള ഈ ക്യാമറ കൂടെ കുണ്ടിയാണ് കണ്ടത്. അപ്പൊ ഞാന് സാർ ബാക്ക് സൈഡ് കണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ ഫ്രണ്ട് സൈഡ് കാണാൻ വേണ്ടി അപ്പുറത്തെ തെങ്ങിന്റെ അപ്പുറത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറയിൽ നിങ്ങളെ പീഡിക്കാരൻ ചന്തിയാണ് കണ്ടത്. ആ തെങ്ങിന്റെ മുകളിൽ ഈ ക്യാമറാസ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്തിട്ട് പീഡി കൊണ്ടുപോയിട്ട് ഹാർഡ് ഡിസ്ക് ക്യാഷ് ആരും നമുക്ക് ഇതൊന്ന് പീഡി കൊണ്ടുവരും. നമ്മൾ തിരിച്ചരാം, ക്യാമറ തിരിച്ചരാം. അങ്ങനെയാണ് കുഴപ്പമില്ല സാർ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് ഞാൻ ഫ്രണ്ട് കാണാൻ വേണ്ടി ഈ ക്യാമറ ഞാൻ ക്ലോസ് ചെയ്തിട്ട് ആക്സസ് ചെയ്തപ്പോഴേക്കും കള്ളം വണ്ടി എടുത്ത് പോയി. സാർ അപ്പൊ കണ്ടത് അയാൾ എന്ത് നോർമൽ ലോവർ ഗ്രേഡിലുള്ള ഒരു ഡ്രസ് ഉണ്ടല്ലോ, കളർ കറക്റ്റ് ഓർമ്മയില്ല. ലോവർ ഗ്രേഡ് ട്രെയിനി ഡ്രസ് അങ്ങനത്തെ ഒന്നുമല്ലേ? ട്രെയിനി ഡ്രസ്. ഓക്കെ, പുള്ളി ഇട്ടിരുന്ന ഇതേപോലെ വെസ്റ്റ് അണിഞ്ഞിട്ടുണ്ടായിരുന്നു സാറേ? വെസ്റ്റ് ഉണ്ടായിരുന്നില്ല സാർ. വെസ്റ്റ് ഉണ്ടായിരുന്നില്ല. സോ ഐ തിങ്ക് സാർ പീഡിനെ ഒരാള് എന്താ പറയാ പീഡിയുടെ വേഷം ധരിച്ചു വന്നതാണെന്ന് തോന്നുന്നു സാറേ. സാറേ പീഡിയുടെ വേഷമല്ല, കാരണം കയ്യില് ടേസർ ഒക്കെ ഉണ്ടായിരുന്നു സാർ. ടേസർ കൈ പിടിച്ചു തന്നേരം. പുള്ളിക്ക് എവിടെ മറ്റേ ഏതെങ്കിലും പീഡി ഓഫീസറിനെ മറ്റേ ബലം പ്രയോഗിച്ചിട്ടോ തല്ലിട്ടോ? ഇല്ല, അങ്ങനെ പീഡിക്കാരൻ കാരണം കൈ പിടിച്ച് നടക്കായിരുന്നു. കളർ എന്തായിരുന്നു? മഞ്ഞയും ബ്ലാക്കും.
സാറിന്റെ വണ്ടി ലോക്കായിരുന്നു? എന്റെ വണ്ടി ഞാൻ ലോക്ക് ചെയ്തിട്ടാണ് പോയത്. പക്ഷേ ഐ തിങ്ക് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ അത് അൺലോക്ക് ആയിട്ടാണ് പോയത് തോന്നുന്നത്. അതായത് ഈസി ആക്സസ് ആയി തോന്നുന്നത്. ബട്ട് സ്റ്റിൽ സാർ ഹോട്ട് വയർ ചെയ്ത വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല സാറേ. ഹോട്ട് വയർ ചെയ്താൽ കൊണ്ടുപോകാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്നാണ് വണ്ടി നഷ്ടപ്പെട്ടത് സാർ? ഇന്ന് ഒരു 10 മണിയൊക്കെ ഉണ്ടാവും. ഇന്ന് 10 മണി. ഇന്ന് 10 മണി. അപ്പം സാർ എന്താ ഇത്രയും താമസിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി? 1 മണി ആയാലും ഇപ്പം 1 മണി ആഴ്ചയിൽ ഞാൻ ആ കള്ളനെ അന്വേഷിച്ച് നടക്കായിരുന്നു. സാറേ അപ്പൊ സാറെന്നാ കണ്ടുപിടിക്കുക കള്ളനെ? സാർ അത് പറ്റാത്തോണ്ടല്ലേ പീഡികാരെ ഇതാക്കിയത്. ഞാൻ എന്റേതായ രീതിയിൽ അന്വേഷിച്ചു, പക്ഷെ എന്നോട് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ സാറ് പറഞ്ഞു തരുന്നത് പീഡിക്കാർക്ക് കഴിവില്ല, അതുകൊണ്ടാണ് സാറ് തന്നെ അന്വേഷിച്ചെന്നല്ലേ പറഞ്ഞത്? പുള്ളി കുറച്ചു നേരമായിട്ട് പീഡിനെ വലിയ അക്യൂസേഷൻസും കഴിയുന്നില്ല. നമ്മള് താൻ ചെയ്യേണ്ടത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. സാറേ, നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് മാക്സിമം നമ്മൾ തന്നെ സ്വയം ചെയ്യണം. അത് പറ്റാത്ത പക്ഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. സാർ നിങ്ങൾക്ക് ഇമ്പോർട്ടിന്റെ വണ്ടി വേണമെന്ന് പറഞ്ഞില്ലേ? ഫൈൻ അടച്ചാൽ മതി സാറേ, എടുത്തു. സാറേ എന്റെ വണ്ടി കട്ടോണ്ട് പോയി ഫൈൻ വെക്കാൻ ഇവിടുത്തെ വർത്താനം സാർ. അതിപ്പോ ആര് കട്ടെന്ന് നേരത്തെ തീരുമാനമായില്ല. സാർ എന്നെ അന്വേഷിച്ചിട്ടിരിക്കും. സാർ അന്വേഷിച്ചിട്ട് കട്ടത് ഞാൻ അന്വേഷിച്ചപ്പോ മനസ്സിലായില്ല പീഡിയാണ് കട്ടത്. ഞാൻ എന്റെ വളരെ കുഴപ്പമില്ല സാറേ, ഇത് പീഡിയാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല സാറേ. കാരണം പീഡിയുടെ വേഷം ധരിച്ച ആൾക്ക് വേണമെങ്കിലും ഉത്തരം പറയൂ സാർ. പീഡി അല്ലാതെങ്കിൽ പീഡി ഇമ്പോർട്ടൻ്റ് വണ്ടി എങ്ങനെ എത്തും? അത് പറഞ്ഞല്ലോ സാറേ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതെ, വഴിയിൽ നിന്ന് കിട്ടി പീഡിയുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ഇമ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല സാറേ. ഓക്കെ, അപ്പൊ ആ ഇമ്പോണ്ട് ചെയ്ത പീഡി ആളാരാന്ന് എനിക്കറിയാം. ആളോട് ചോദിച്ചാൽ അറിയാലോ എവിടുന്ന കിട്ടിയെന്നുള്ളത്, ഏത് വഴിയാണ് കിട്ടിയത്. സാറ് പേടിക്കണ്ട. നമുക്കിപ്പോ സാറിന് ഇപ്പൊ വണ്ടി ഇല്ലാതിരിക്കണ്ട, അതുകൊണ്ട് സാർ ഫൈൻ അടച്ചിട്ട് വണ്ടി എടുത്തോളൂ. നമ്മള് പീഡി ആ ഓഫീസ് സാർ പേടിക്കില്ലേ, പറഞ്ഞു തീർത്തോട്ടെ. ആ പീഡി ഏത് പീഡിയാണോ ഇമ്പോണ്ട് ചെയ്തെന്ന് വെച്ചാൽ പീഡിനെ വിളിച്ച് എൻക്വയറി ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കേസ് ഇപ്പൊ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ഡീറ്റെയിൽ എന്താ പറയാ ഇൻട്രസ്റ്റ് തയ്യാറാക്കിയിട്ട് ഇതിന്റെ പ്രൊസീജിയർ ഉണ്ട് സാറേ. പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഫൈൻ റീഫണ്ട് ചെയ്ത് തരാം കേട്ടോ. അല്ല സാറേ, ഇപ്പൊ ഇത് കേസ് ഫുള്ളി എൻക്വസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ആണെങ്കിലേ അപ്പൊ വണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. കാരണം മത്സര പ്രകാരം നമ്മളെ വണ്ടി ഫോറൻസിക്കിന് വിട്ടുകൊടുക്കണം. 4 ദിവസം ഫോറൻസിക്, 3 ദിവസം നമ്മുടെ കസ്റ്റഡിയിൽ. അതുവരെ എന്റെ ട്രാൻസ്പോർട്ടേഷൻ ഇന്ത്യയിൽ വേറെ വണ്ടികളില്ല സാർ. ഇപ്പം നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊസീജിയർ സാറേ. സാറിന് വണ്ടി കോർട്ടിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ ഇനി. സാറേ കേസ് കോർട്ടിൽ നിന്ന് എടുത്തോളൂ സാറേ. സൺഡേ കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും വണ്ടി. ഓ ശരിയാണല്ലേ, ഞായറാഴ്ച വരുന്നുണ്ട്. അപ്പൊ 12 ദിവസം സാർ, ഒരു 12 ദിവസം. 12 ദിവസം ഇത് സാറേ ഇതാ ഞാൻ പറഞ്ഞ പീഡികാരെ നമ്പാൻ പറ്റില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഞാനിപ്പോ എന്റെ അന്വേഷിച്ച പീഡി ഇമ്പോണ്ടിൽ നിന്നൊരു വണ്ടി ഇറക്കണം പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കഴിയേണ്ട വഴിയാണ്. ഞാൻ കംപ്ലൈന്റ് കൊടുത്തപ്പോ ഇത്രയും ഫോർമാലിറ്റീസ് വന്നത്. ഇതാണ് പറയണത്. ഈ അല്ല സാറിന്റെ വണ്ടി ഇപ്പൊ ഫോറൻസിക്സിന് വിട്ടുകൊടുക്കുവാണെങ്കിൽ സാർ ആ മറ്റേ കട്ട് പോയ ആളുടെ ഫിംഗർ പ്രിന്റ് നമുക്ക് കിട്ടും. ഫിംഗർ പ്രിന്റ് പക്ഷെ അത്ര അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം സാറേ, സാർ കേസ് ഇല്ലാന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വണ്ടി എടുത്ത് തരാൻ പറ്റും. ഫൈൻ മാത്രം അടച്ചാൽ മതി. സാറിനെ കൂടെ ഞാൻ ഇട്ടേക്കാം സാറേ. സാർ വരുന്നില്ലേ? സാർ ഹലോ, പീഡി വണ്ടിയായിട്ട് അതാണോ സാർ ചാടി സീറ്റ് ഡ്രൈവർ സീറ്റ് ഇരുന്നത്? അപ്പൊ സാറ് എങ്ങനെ ബിസിനസ് പാർട്ണർഷിപ്പ് ആവാൻ താല്പര്യമുണ്ടോ പീഡിക്കാരായിട്ട്? കൊറേ ഉപകാരങ്ങളുണ്ട്. പീഡി അറിയാലോ, ഇത് ADGP സാറും SP ആണ് ഞാന്. അപ്പം അതിന്റേതായ ഗുണങ്ങളും ഉണ്ടെന്ന് കരുതിക്കോ. No sir, I have my own business. I do my own business myself. പാർട്ണർഷിപ്പ് താല്പര്യമില്ല? No, not interested. സാറേ ഇങ്ങനെ കാര്യം പറഞ്ഞു താല്പര്യമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സാറേ, നമുക്ക് നമ്മുടെ ബിസിനസ്സും നമ്മുടെ ബ്ലാക്ക് ഇല്ലീഗൽ മണിയൊന്നും ഡംപ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുള്ളിനെ കൊടുക്കാം. സാറേ നമ്മുടെ ബ്ലാക്ക് എല്ലാം വൈറ്റ് ആക്കണ്ടേ സാറേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, പുള്ളിക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ളവരെ കണ്ടുപിടിക്കാം. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളിനെ നമ്മള് വെറുതെ വിട്ടാൽ ശരിയാകത്തില്ല. കാരണം നമ്മള് ബിസിനസ് പ്രപ്പോസൽ പുള്ളിയോട് പറഞ്ഞല്ലേ. അതെ അപ്പൊ തൊല്ലായിരിക്കും. അപ്പൊ പുള്ളിനെ നമുക്ക് എന്തെങ്കിലും ഒരു കള്ളക്കേസ്, ഒരു കാര്യം ചെയ്യാം, പുള്ളിയുടെ വണ്ടിക്കകത്ത് ഞാൻ കുറച്ച് മയക്കുമരുന്ന് എടുത്ത് വെക്കാം. സാറ് കേണാൻ വരെ ചെക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പുള്ളി നമുക്ക് അറസ്റ്റ് ചെയ്യാം. പീഡനമൊക്കെ പുള്ളി ചിലപ്പം കണ്ടു കഴിഞ്ഞാൽ മാറ്റാൻ തോന്നും സാറേ. നമുക്ക് കുറച്ച് എടുത്തോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം സാറേ. പുള്ളിയുടെ വണ്ടി എടുക്കുന്ന സമയത്ത് സാറ് കേണേന്ന് ഓക്കെ സാർ, ഇപ്പൊ എടുത്തരാം.
സാറേ വണ്ടി എടുത്തേ. സാറേ മഞ്ഞ കളറില് സാക്കോസ് എന്ന് വിളിക്കട്ടെ ഒരു സെക്കൻഡ്. സാക്കോസ് മോനെ നമുക്ക് സാക്കോസ് എവിടെ? ആ വന്നു സാക്കോസ്. പക്ഷെ വണ്ടി സാർ വണ്ടി കയറല്ലേ? അതെ നമുക്ക് വണ്ടിയിലൊക്കെ സെർച്ച് ചെയ്യണം. നമ്മൾ കേരള സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇതാക്കാം. ആ സാറേ വണ്ടി എടുത്തോ നോക്കിയിട്ട്. സാർ എടുക്കുന്നുണ്ടോ? സാർ എടുത്തോ. എന്ത് ഗോസ്റ്റ് അല്ലേ? ഗോസ്റ്റ് drop off zone, no parking. അയ്യോ ഇതെങ്ങനെ ചത്ത്? അറിയില്ല, എങ്ങനെയോ പെട്ടെന്ന് ചത്തു. നമുക്കൊരു മെഡിക്കൽ യൂണിറ്റ് അത്യാവശ്യമായിട്ട് വേണം സാറേ ഇവിടെ. കള്ളലേ, അയ്യോ കള്ളലെ കൊണ്ട് പട്ടി പട്ടി. സാറേ ഇത് എന്താ സാറേ കാണിച്ചേ? സാറേ പുള്ളി എണീറ്റോ? എന്റെ ബോധം പോയി സാറേ. ഞാൻ അങ്ങനെ ആണെങ്കിൽ എന്റെ ട്രങ്കിലോട്ട് സാധനം കയറ്റാം. വണ്ടി അത് കുഴപ്പമില്ല സാർ, നമുക്ക് നോക്കിക്കോളാം. സാറേ ലോക്ക് പിക്ക് ചെയ്തോ? കുഴപ്പമില്ല, ലോക്ക് പിക്ക് ചെയ്താൽ സാറേ. ഒന്ന് തല ഇറങ്ങി തരണം സാർ. സാർ വണ്ടി ഒന്ന് സാറിന്റെ അൺലോക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നേ. അൺലോക്ക് ചെയ്യാലോ. സാർ ഇങ്ങോട്ടോ, സാർ ഇങ്ങോട്ടോ. സാർ ഒന്ന് സെർച്ച് ചെയ്ത് അതിലൊന്നുമില്ല. ഞാൻ ഇപ്പൊ സെർച്ച് ചെയ്ത് ക്ലിയർ ആണ്. ഇപ്പൊ ചെക്ക് ചെയ്തത് സാർ. സാർ ചെക്ക് ചെയ്തൊക്കെ ചെക്ക് ചെയ്തൊക്കെ സാർ. ഒന്നുമില്ല, ക്ലിയർ ആണ് സാർ. എന്താ ഇതില് ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട് 532 ബുള്ളറ്റ്. സാറേ പുള്ളിയുടെ ഇതിനകത്ത് നമുക്ക് ബുള്ളറ്റ് ഇടുന്നുണ്ട് സാറേ. 500 മേളില് ബുള്ളറ്റ് ഉണ്ട്. അത് AR ബുള്ളറ്റ് സാറേ, ഇല്ലീഗൽ ബുള്ളറ്റ്. എല്ലാത്തിന്റെ AR ബുള്ളറ്റ് അല്ലേ? അതെ ട്രങ്കും ചെക്ക് ചെയ്യണല്ലോ. യെസ് സാർ, ചെക്ക് ചെയ്തോളൂ. ഞാൻ ബാക്ക് സീറ്റ് നോക്കാം സാറേ, സംശയമാണ്. ബാക്ക് സീറ്റ് അല്ലേ? നോക്കണം. സാറേ വണ്ടി കയറില്ലെന്ന് പറഞ്ഞതല്ലേ സാറേ? സാർ നിങ്ങൾ എന്തെങ്കിലും അതിൽ വെച്ചെന്ന് ഞാൻ എങ്ങനെ അറിയും സാർ? ഇല്ല, നമ്മൾ വെക്കേണ്ട കാര്യം എന്താണ് സാർ? എന്താണ് സാർ ഇങ്ങനെ അനാവശ്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് പീഡിയെ പറ്റി? മോശം സാറേ, ഈ ഒരു വണ്ടിയിൽ അകത്തൊന്നും ഉണ്ടായതില്ല സാർ. പെട്ടെന്ന് ഒരു 5 പോയിന്റ് ബുള്ളറ്റ് കൂടുതൽ അപ്രതീക്ഷിതമായി നോക്കണം. മനസ്സിലായി, ഫുള്ള് നോക്കണമല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും ഫിംഗർ പ്രിന്റിന് ബാക്കി നമുക്ക് റിട്രൈവലും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? പുള്ളിക്ക് എങ്ങനെ ബോക്സറുടെ പേരും കാരണം ഇനി ഇഞ്ചക്ഷൻ കൊണ്ടുവന്നാലും കിട്ടത്തില്ല, കാരണം വണ്ടി കിട്ടിയ സ്ഥിതിക്ക്. വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ വണ്ടി നമുക്ക് ബുള്ളറ്റ് കിട്ടുന്നുണ്ട്. ബുള്ളറ്റ് ഈ ഒരു ബ്ലൂ ഓഫീസർ അതിലുകൊണ്ട് വെക്കുന്നത് ക്ലിയർ ആയിട്ട് ഞാൻ കണ്ടത് സാർ. സാറേ ഞാൻ അകത്ത് കയറിയപ്പോ കറക്റ്റ് ആയിട്ട് മറ്റേ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ബുള്ളറ്റ് വന്നു, പെട്ടെന്ന് ബുള്ളറ്റ് ഇല്ല സാറേ. അതില് ബുള്ളറ്റ് പറഞ്ഞ സാധനം ഇല്ല സാറേ. നമുക്ക് സാറിനെ ഒന്ന് കഫ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുഴപ്പമില്ലല്ലോ സാറേ? സാറേ എന്തിനാ കഫ് ചെയ്യുന്നത്? സാറേ വണ്ടി കയറരുത് സാറേ. സാറേ 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 അമ്പടാ ഒളിച്ചു.